ഹലോ, ഇന്ന് ഇവിടെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ തറവാട്ടിൽ. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ തറവാട്ടിലോട്ട് വന്നു. മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അവർക്ക് അവരുടേതായ ഒരു സന്തോഷം കണ്ടെത്തുന്നതാണ്. പപ്പ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഇങ്ങനെ കളിക്കുക അങ്ങനെ കളിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ നേരെ നമ്മൾ ഫാമിൽ പോയി. വീടിനോട് ചേർന്ന് തന്നെയാണ് ഫാം. അപ്പോൾ നമ്മൾ ഫാമിൽ മീനെ നമ്മുടെ ഫാമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചു. ഓസ്കാറാണ് കേട്ടോ മീൻ. ഇത് നമ്മുടെ കിളിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഏകദേശം 3 ദിവസമായിട്ടുള്ളൂ, അനങ്ങി തുടങ്ങിയിട്ടുള്ളൂ മുട്ടയിട്ടിട്ട്. അപ്പോൾ ഞാനതൊന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി, ഞാനതിനൊന്ന് വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ. നമ്മുടെ ഫാമിലത്തെ തന്നെ മീനുകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ ഫാമിലെ ഓസ്കാറുണ്ട്, കിളിയുണ്ട്, കിളിയുടെ കുഞ്ഞുങ്ങളാണിത്. പിന്നെ സെവറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായി മാങ്ങക്കറി വയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു മാങ്ങ എടുത്തപ്പോൾ അതൊക്കെ ചെനച്ച് ഇച്ചിരി മധുരമൊക്കെ ആയി. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയൊരു മാങ്ങ പൊട്ടിച്ചു. അപ്പോൾ അതിന് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം കറി വെച്ചു. അത് നമ്മൾ പള്ളിയുടെ അടുത്ത് കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പോയി. അപ്പോൾ മക്കൾക്ക് പോളം മേടിച്ചു, തൂക്ക് മേടിച്ചു, പൊട്ടാസൊക്കെ മേടിച്ചു. ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ നമുക്ക് പെരുന്നാൾ കടയിൽ നിന്ന് മേടിച്ചാൽ അത് അപ്പം തന്നെ അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും അതൊക്കെ എടുത്ത് പൊട്ടാസൊക്കെ എടുത്ത് പൊട്ടിച്ച്. എനിക്ക് പടക്കം ഭയങ്കര പേടിയാണെങ്കിൽ ഇത് പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറയണേ പൊട്ടാസിനെ കുറിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതൊക്കെ പൊട്ടിച്ച് മൂത്ത മോള് കുറച്ചൊക്കെ പൊട്ടിച്ചു. ബാക്കി 2 പേർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് തോക്കൊക്കെ എടുത്തു. പോളൊക്കെ അപ്പം തന്നെ കഴിഞ്ഞു. ഞങ്ങളുടെ ഒറ്റ കുപ്പി പോളം ചിരിച്ച് കളഞ്ഞിട്ടോ, വീർപ്പിച്ച് പൊട്ടിച്ചിട്ടോ അങ്ങനെയൊക്കെ പോളം കഴിഞ്ഞു. 1 മണിക്കൂർ അതിൽ നിന്നുള്ളൂ. മക്കളല്ലേ, അവരുടെ ഒരു സന്തോഷം. അങ്ങനെ നേരെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ നന്നായി എടുത്ത് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അത് ചിക്കൻ എൻ്റെ സ്പെഷ്യലായിരുന്നു. അപ്പം ഞാനത് വറുത്ത് നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ചോറ് വെച്ചു, ബിരിയാണി വെച്ചു, ചിക്കൻ നമ്മൾ റോസ്റ്റ് ചെയ്തതാണ് അത്. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ നമ്മൾ വെച്ച മാങ്ങക്കറി ഉണ്ടായിരുന്നു, ബീഫ് വരട്ടിയിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ നമുക്കൊരു അച്ചാറും ഉണ്ടായിരുന്നു. അത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞാനിവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. മക്കളും എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ബിരിയാണി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചോറൊക്കെ എടുത്ത് അവസാനിപ്പിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയായി കഴിഞ്ഞപ്പോൾ നമ്മൾ കോഴീനൊക്കെ കാണാൻ പോയി. നമുക്ക് ഇന്നും മുട്ടയ്ക്കൊരു ക്ഷാമമില്ലാതെ തന്നെ കോഴികളാണ് കേട്ടോ. അപ്പോൾ കോഴീനൊക്കെ കണ്ട് അവരോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ രാത്രി 4 മണിയായപ്പോൾ ഒരു പ്രദക്ഷിണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയില്ല, വീട്ടിൽ നിന്ന് എല്ലാവരും പോയി. നമ്മൾ മക്കളെയൊക്കെ കൊണ്ടിട്ട് കാണാൻ. അങ്ങനെ വൈകുന്നേരം ഇനി ഗാനമേളയുണ്ട്. ഇനി ഇവിടെ ഫുഡൊക്കെ കഴിച്ച് രാത്രി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.